ഇനിയും ചാർമോളെ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. കലോത്സവ വേദിയും അപ്പുറത്താണ്. ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യം. അയ്യോ, കലോത്സവ വേദിയല്ല, നമ്മള് കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. ഞാനാണ് ചെറുക്കൈ. ചെറുക്കനെ രാജാറാം മോഹൻ റോയ് ഇതെല്ലാം നിർത്തിയതല്ലേ ശൈശവ വിവാഹമൊക്കെ? നിങ്ങളായിട്ട് വീട്ടിൽ തുടങ്ങി വെക്കാൻ പോവാണ? അല്ല, പുള്ളി അറിഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് പറയാതിരുന്നാ മതി. ആരോട് പറയാ ഇത്? അതെ, ഞാൻ കെട്ടിയ കുട്ടിയാട്ടോ. കുട്ടിയാട്ടയാ? കുട്ടിയാട്ടം പിടിച്ച് വെട്ടിയാട്ടോ വീട്ടിൽ എത്താൻ നോക്ക്. അടയാണ് വരുന്നത്. അല്ല, നമുക്ക് എന്തോ കറക്കുന്നതായിട്ട് നാണം കൊണ്ട് ഇങ്ങനെ ഇട്ട് കറക്കുന്നതാ. ഞാൻ വിചാരിച്ച് കല്യാണത്തിന്റെ കണക്കെഴുതി കൂട്ടുവാണെന്ന്. നടക്കട്ടെ, നാളെ നടക്കട്ടെ. നമുക്ക് ഇവിടുന്ന് പേപ്പർ തരുമല്ലോ കല്യാണം കഴിച്ചതേ. പേപ്പർ എന്ന് പറയുമ്പോ ഇവിടെ അല്ലേ മറ്റേ സംഭവം ഇതൊക്കെ തരുന്നേ? സംഭവം സമ്മറിൻ ബത്ലഹേം. സമ്മറിൻ ബത്ലഹേം മറ്റേ സപ്പ്. നിങ്ങളെ കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കും. സപ്പ ഞാൻ ഇവിടുത്തെ രവി സാറാ. രവി സാർ അല്ല, എന്നെ കൂടെ തെറ്റിക്കോ. രജിസ്ട്രാറാന്ന്. രജിസ്ട്രാറാ. നല്ല പരിചയം വന്ന് കയറിയപ്പോഴേ ഉണ്ട് കേട്ടാ. തന്നെ എവിടെ വീട്? വീട് നഗരൂറാണ്. അപ്പൊ ഓട്ടോ ഓടിക്കുന്ന വിജയന്റെ മോനാണ്? അല്ല. അങ്ങനെയാണെങ്കിൽ മോനെ നമ്മളെ പൂക്കട രായന്റെ മോനെ? അല്ല. അപ്പൊ നമ്മളെ തട്ടട ഇടത്തന്നെ വിജയന്റെ മോനെ? എന്റെ നാട്ടിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളുടെ മകനാണ് ഞാൻ. അപ്പക്കാള രായുവിന്റെ മോനാണ് ഞാൻ. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ സ്വന്തക്കാരായിട്ട് വരും. പറഞ്ഞു വന്നില്ലെങ്കിലാ വീട്ടിനകത്ത് കയറില്ല, ഒരു തുള്ളി വെള്ളം തരത്തേ ഇല്ല. വരണ്ട. അതെ, പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതിനതിന്റേതായ കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാ നിങ്ങളുടെ പേര് പറ. എന്റെ പേര് കൊച്ചു കുറുപ്പ്. അതെന്ത് വലുതായിട്ട് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിച്ചീർക്കളയോ? അതല്ല, എന്റെ പേര് കൊച്ചു കുറുപ്പ്. ഓ, കൊച്ചു കുറുപ്പ്. മോനെ എന്റെ പേര് മോനെ ചാമളകുമാരി. ആര്? ചാമളകുമാരി. കുമാരിയാ? ഓ, അതൊക്കെ പണ്ട് ചാമള അമ്മച്ചി. ചാമള അമ്മച്ചി. ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പം മറ്റേ എന്ന് പറയുമ്പോ ജനൻ 1900 ഊറ്റി കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ജനന സമയം പറയൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു ആദ്യമായിട്ടൊരു വെള്ളപ്പൊക്കം വന്നില്ലേ, അപ്പൊ വെള്ളവും പായലും ഒക്കെ ഉള്ള സമയത്താണ് എന്നെ പെറ്റത്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ സ്ഥാനത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പായലും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മതിയാ? ഇതൊരു കണക്കില്ലേ ഇതിന്? അത് എനിക്ക് ഒരു ഓഫീസിൽ വന്ന് ഇങ്ങനെയാണ് സംസാരിക്കുന്ന ഒരു സാർ ചോദിക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. അതെ മോനെ, ഞാൻ ഈ നല്ല വെയിലുള്ള സമയത്ത് പുഞ്ചപ്പാടത്ത് എന്റെ അമ്മ കൊയ്തോണ്ടിരുന്നപ്പാണ് എന്നെ പെറ്റത്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന്റെ സ്ഥാനത്ത് കുട്ടനാട് പുഞ്ചപ്പാടം. അല്ല, ഞാൻ എന്തോ എഴുതി വെക്കും അമ്മ. ഞാൻ എന്തോ എഴുതി വെക്കാനാണ്? അല്ല, നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. നമുക്ക് ചെയ്യണമെങ്കിൽ ആധാറുണ്ടോ? കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആധാറുണ്ടോ? ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളൂ, പിന്നെ അല്ലേ ആവാറുള്ളൂ. ചാവാറായി, അപ്പോഴാണ് ആവാറാക്കാൻ നടക്കുന്നത്. ചാവാറുണ്ട്. പിന്നെ എങ്ങനെയാണ്? മക്കളൊക്കെ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരെ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് 5 മക്കളാണ്. 5 മക്കളാണ്. ഭാര്യ പെറുവാ. ഇത് നിങ്ങൾ രണ്ടും പറഞ്ഞ 5 മക്കളാന്ന് പറഞ്ഞ് ഭാര്യ പെറൂല എന്ന് പറഞ്ഞ? അല്ല, അതല്ലെന്ന്. 5 മക്കൾ എനിക്കുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയി പെറു എന്നുള്ളത് രാജ്യത്താണെന്ന്. പിന്നെ അങ്ങനെ പിണങ്ങി പോകാതിരിക്കും. രാജ്യം വിട്ട് പോയി 5 മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ പോകില്ല. എന്റെ ഭർത്താവ് ഇന്തോനേഷ്യല്ല. ആണാ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വരുമാനം? എങ്ങനെ ആസ്തി ഉണ്ടോ? ജീവിക്കാനുള്ള ആസ്തി എന്നൊക്കെ പറയുമ്പം ഒരു ഏക്കറിൽ കുറച്ച് കപ്പ ഉണ്ട്. എനിക്ക് 1 ഏക്കർ കരിമ്പും കൃഷിയുണ്ട്. കപ്പയും കരിമ്പും കൂടെ രണ്ടുപേരും തിന്നു കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാം എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരുമോ? അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് പിന്നെ 1 ഏക്കറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് മോനെ. 1 ഏക്കറിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ശരി, സാക്ഷി നമുക്ക് 2 പേര് സാക്ഷി വേണം കേട്ടോ. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 പേര് സാക്ഷിയായിട്ട്. സാക്ഷി പൊടിച്ചു വരത്തില്ല. അതെന്തോ നട്ടു വെച്ചേക്കാണോ സാക്ഷി? അതല്ലെന്ന്, പൊടിച്ചെന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. കിടപ്പില്ല. അയ്യോ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, മോഹനെ. അവൻ കിടപ്പിലാന്നേ. പിന്നെ എന്റെ കൂടെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, രവീന്ദ്രൻ. അവനും കിടപ്പില്ല. ഈ നിവർന്ന് നിൽക്കേണ്ട ആരും ഇല്ലല്ലേ? അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഒരാളുണ്ട് മോനെ, ഒരു കുഞ്ഞുകുട്ടി പിള്ള. അദ്ദേഹം എന്റെ കൂടെ ഭയങ്കര കാര്യം. ഞാൻ വിളിക്കാം. ഹലോ പിള്ളേ, നമ്മളെ കല്യാണം കഴിഞ്ഞ പിള്ളേ. സാറേ ഒന്ന് പറഞ്ഞു മനസ്സിലാറേ. പേരെന്ത് പറഞ്ഞേ? കുഞ്ഞുള്ള. കുഞ്ഞുള്ളേ, ഇവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അതിനൊരു സാക്ഷിയായിട്ടേ അതൊക്കെ തീർന്നെന്ന് തോന്നുന്നു.
അല്ല അപ്പൊ വേറെ ഒരു ഞാൻ ഒരു കാര്യം- പറയാം വെപ്രാളം കാണിക്കല്ലേ. അപ്പൊ സാക്ഷിയുടെ സ്ഥാനത്ത് പേരെഴുതുവാണ് കേട്ടോ. ഞരക്കം. അല്ല ഇതിനപ്പുറം ഞാൻ എന്തോ എഴുതി വെക്കാൻ? സാക്ഷി ഞരക്കം എന്ന് എഴുതാനേ പറ്റുള്ളൂ. അല്ല 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 അത് വേണ്ട. വിക്രമം തമ്പി വിളിക്കാം. വിക്രമൻ തമ്പിയാ എന്റെ കൂട്ടുകാരെ. അയ്യോ അയ്യോ ഇപ്പം വിളിക്കും മോനെ. അളിയാ വിക്രമാളിയാ. എടാ എന്റെ കല്യാണം എടാ ഞാൻ സാറിന്റെ കൊടുക്കുന്നു പറയൂ സാറേ. എനിക്ക് മനസ്സിലാവുന്നു സാറേ. വിക്രമൻ. ആ വിക്രമൻ. വിക്രം സാറേ, ഇവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ സാക്ഷി വില്ലൻ ചുമ. അല്ല വേറെ ഒന്നും എഴുതാൻ പറ്റൂല. രണ്ടാം സാക്ഷി വില്ലൻ ചുമ. മൊത്തത്തിൽ ഒരു ജനറൽ വാർഡ് എഴുതുന്നതായിരിക്കും നല്ലത്. രണ്ട് സാറേ ഈ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് നീ തന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ അങ്ങ് ഊട്ടിയിലോട്ട് അങ്ങ് പോവായിരുന്നു. നമുക്ക് ഈ ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത് കിടക്കണു. നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നിറങ്ങിയാലേ ഈ വിറയലല്ലേ നിങ്ങൾ സ്റ്റക്കായി പോകും. ഊട്ടി പോണ സമയത്ത് 2 ഫ്രൂട്ട് കഴിച്ച് കുടിച്ച് ഇവിടെ ഇരിക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ ഫ്രൂട്ടി ഉണ്ടെങ്കിലേ 2 കുഴലിട്ട് തരൂ. അത് വാട്ടർ അതോറിറ്റിയിൽ അപേക്ഷ കൊടുത്താൽ മതി. 2 കുഴലിടാം. മറ്റേത് പറഞ്ഞു മറ്റേ കാര്യം എന്താണ് നമ്മളെ ആഗ്രഹം. നമ്മളെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. എന്താണ് നീ പറഞ്ഞോട്. നമ്മൾ ഈ റീൽസ് ഒക്കെ എടുക്കയില്ലേ അപ്പം നാണമുണ്ടേ. നമ്മൾ ഈ റീൽസ് ഒക്കെ എടുത്ത ടീമാണ്. അപ്പം പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് കൊച്ചു പിള്ളേർ ചെയ്യുന്നത്. എന്താണ് സംഭവം? ഈ ലിപ്പ് ലോക്ക്. അത് നമ്മൾ ചെയ്ത എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം? വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടുപേരെയും സെറ്റ് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ നോക്കാം. ലിപ്പിലൊക്കെ ചെയ്യുമ്പോഴേ അതേ ഉള്ളു. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര പാട്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇഷ്ടമായത്. ആണല്ലേ? അണ്ണന്റെ ഗംഗയായിരുന്നു അടിപൊളി കേട്ടാ. ആണല്ലേ? അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായത്. അത് ശരി. അന്ന ഒന്ന് പാടിക്കൊടുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോ. ഗംഗ കറക്റ്റ് സമയത്ത് പിടിച്ച് നിർത്തിയത് നന്നായി ചേട്ടാ. ഇല്ലെങ്കിൽ ഗംഗ വരെ പോകേണ്ടി വരൂലായിരുന്നു. ഇവിടെ തോട്ടിക്കൊണ്ട് ഒഴിക്കേണ്ടി വന്നു. നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ സാറേ പെട്ടെന്ന് തന്നു കഴിഞ്ഞാലേ എനിക്ക് വീട്ടിൽ പെട്ടെന്ന് പോണോ? എനിക്ക് വീട്ടിൽ പോണോ? പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കണം. നല്ല കളർ ബൾബൊക്കെ ഇട്ട് കത്തിച്ച് ഇല്ല മൂട്ടി തിരിക്കുമ്പോഴത്തേക്കില്ല വന്ന പൊട്ടു വരൂലേ പറഞ്ഞ. അതെന്താ പൂരം നടക്കുന്ന അവിടെ? അതല്ലെന്ന് പിന്നെ കിടക്കാള റൂമല്ലേ. അപ്പൊ 6 മണിക്ക് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. അതെന്താ 6 മണി കഴിഞ്ഞ വിഷയം? 6 മണി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണത്തില്ലെന്നേ. അത് കാണത്തില്ല. എന്താ പകലാതി രാത്രി കൂടണം? പകൽ എനിക്ക് കാണാൻ പറ്റത്തില്ല മോനെ. ഇപ്പൊ തന്നെ മങ്ങൽ തുടങ്ങി. അപ്പൊ രാത്രി നിങ്ങൾക്കും കണ്ടുകൊണ്ടൂടെ, പകല് നിങ്ങൾക്കും കണ്ടുകൊണ്ടൂടെ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കല്യാണം കഴിച്ചത്? അണ്ണന് വെള്ളം ചൂടാക്കി കൊടുക്കാൻ വേണ്ടിട്ട്. കുറുപ്പേ, ഇതിനെക്കാട്ടി 350 രൂപ ഒരു കെറ്റിൽ മേടിച്ചാ പോലെ. വെറുതെ കല്യാണം കഴിച്ച് സമയം കളഞ്ഞു. അല്ലല്ലോ നമുക്ക് ജീവിതം വേണ്ടേ? ജീവിതം വേണം. അപ്പോഴേ രണ്ടുപേരും ഒന്ന് ഷൈൻ ചെയ്യേണ്ടി വരും. എന്താ ഷൈൻ ചെയ്യേണ്ടി വരുമോന്ന് അത് പറയണല്ലേ മോനെ? നമ്മളെ കല്യാണത്തിന് വരണം മോനെ. എന്റെ മുത്താണത്. നമ്മൾ ഇങ്ങനെ അങ്ങ് അടിച്ചു പൊളിച്ചൊരു ജീവിതം വേണം മോനെ. എന്ത് സമയമാണ് ഷൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഷൈൻ ചെയ്യാനാണ് പറഞ്ഞത്? രണ്ടുപേരുടെ ഇതിൽ സൈൻ ചെയ്യണോന്ന്? അയ്യോ അങ്ങനെ എന്റെ പൊന്നെ. സൈൻ ചെയ് സൈൻ ചെയ്. എന്തോ കരയോടെ ചിരിക്കണം അമ്മച്ചേ. പിള്ളേർ അച്ഛനെ ഓർമ്മ വരുന്നു. ഒപ്പിട് അമ്മ. ഭർത്താവിന് ഓർമ്മ വരുന്നതാ. അത് ഒപ്പിട്. കണ്ടോ എന്റെ അണ്ണനെ, കണ്ടോ എന്റെ അണ്ണനെ, പിള്ളേരച്ഛനെ കണ്ടോരുണ്ടോ? അങ്ങനെ ജീവിച്ചിരുന്നേ കല്ലെടുത്ത് എറിഞ്ഞാണ്. മാപ്പിളെ കൊണ്ട് ഇവിടെ നിർത്തിയിട്ട് പിള്ളേർ അച്ഛനെ കണ്ടോരുണ്ടോ? ഒപ്പിടാ അങ്ങോട്ട്. പിള്ളേരയുന്നേ പൊന്നുണ്ണി കരയുന്നേ. ഒപ്പിടും. രാവണപ്രഭു ഒപ്പിടും. ദിനേശ രാവണപ്രഭുവോ? മൃഗേര ഫിഗർ ഒപ്പിടും. പറഞ്ഞുടഞ്ഞ ഫോമാണ് ദിനേശ. ഇട്. എന്റെ ഭാര്യ അവിടെ പെറൂല. അവര് പെറൂല്ലെങ്കിൽ വേറെ കൊച്ചുങ്ങളെ എടുത്ത് വളർത്തിക്കൊള്ളു. നിങ്ങൾ ഒപ്പിടേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.